അങ്ങനെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെയല്ല. ഇതാദ്യമായി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോയി. ഇത്രയും ദിവസം അദ്ദേഹം AC ഒക്കെ ഉണ്ടായിരുന്ന ED ഓഫീസ് മുറിയിലെ കസ്റ്റഡിയിലായിരുന്നു. ഇപ്പോൾ ഒരു സാധാരണ തടവുകാരനെ പോലെ ജയിലിലേക്ക് കെജ്രിവാൾ മാറിയിരിക്കുന്നു. ഇന്നു മുതലാണ് കെജ്രിവാൾ ജയിലിലാണ് എന്നുള്ള വാക്കുകൾക്ക് പ്രസക്തിയും യാഥാർത്ഥ്യവും അതിനോടൊപ്പം ഉണ്ടാവുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. കെജ്രിവാളിനെ സംബന്ധിച്ച് ഇപ്പോൾ ആളുള്ളവർക്ക് മുഖ്യമന്ത്രിയല്ലേ, അതുകൊണ്ട് പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ടായിരിക്കുന്നു. ഇല്ല, അഴിമതി കേസിലെ പ്രതിയാണ്. ഏത് സാധാരണ തടവുകാരനും കിട്ടുന്ന അതേ സൗകര്യങ്ങൾ മാത്രമായിരിക്കും ജയിലിൽ അരവിന്ദ് കെജ്രിവാളിനും കിട്ടുക. മറ്റൊന്നുകൂടി ഉറപ്പായി. കാരണം ഇനി 15 ദിവസം എന്ന് പറയുന്നത് 2 ആഴ്ചയാണ്. 15 ദിവസം മുഖ്യമന്ത്രി ഇല്ലാതെ മന്ത്രിസഭാ യോഗം ചേരാൻ കഴിയില്ല. ഡൽഹിയിലെ ഭരണസ്തംഭനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉറപ്പായും ദില്ലി സർക്കാർ ഒരുപക്ഷെ ഈ 15 ദിവസത്തിനുള്ളിൽ ഓർമ്മയായി മാറും. ഇനി കെജ്രിവാളിൽ ഇത് അവസാനിക്കുമോ? ഇനി ആരുടേതാണ് അടുത്ത ഊഴം? ഈ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ജയിലിൽ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ കേസാണ്, പ്രത്യേക പരിഗണനയില്ല. അദ്ദേഹം മഹാഭാരതം ഇതുവരെ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കോപ്പി ചോദിച്ചിട്ടുണ്ട്, രാമായണം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലോക്കറ്റ് ചോദിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് മുത്താനോ അങ്ങനെ എന്തോ. അല്ല, അതിനകത്ത് അത് നിഷ്കളങ്കമല്ലല്ലോ സാർ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോഴും മഹാഭാരതം, രാമായണം, ഏതോ ദേവിയുടെ മറ്റോ ചിത്രമുള്ള ലോക്കറ്റ് എന്നൊക്കെ പറയുന്നു. അതിലൂടെ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഞാൻ ഈ പറയുന്ന സംഘപരിവാർ ഭീകരരെക്കാൾ വലിയ ഹിന്ദുമത വിശ്വാസിയാണ്, അല്ലേ? അത് അദ്ദേഹം അവിടെ ഈ ഗണപതി ക്ഷേത്രങ്ങളിലുമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞാനും ഹിന്ദുത്വ അല്ല, രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഡൽഹിയിൽ വലിയ പ്രാർത്ഥനയൊക്കെ നടത്തി. ഇതൊക്കെ നമുക്കും അറിയാം എന്നുള്ള മട്ടില്. പിന്നെ ഈ ED പറയുന്നത് ഇയാൾ എനിക്കൊന്നും അറിയില്ല, കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ കോടതിയിൽ ഒരു നിലപാട് എടുക്കുമ്പോൾ തന്നെ ഇയാൾ സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ജയിലിൽ തന്നെയൊക്കെ ആയിരിക്കുമല്ലോ. വേറെ മറ്റൊന്നുകൂടിയുണ്ട് സഹകരണം അദ്ദേഹത്തിൻ്റെ. ഇപ്പം ഞാനോ സാറോ നമ്മുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും ഒരു കേസിൽ പ്രതിയായ നമ്മുടെ ലാപ്ടോപ്പ്, മൊബൈൽ എല്ലാം പോലീസ് പിടിച്ചുകൊണ്ട് പോകും. നമ്മൾ പാസ്വേഡ് നമ്മൾ ചോദിക്കും, നമ്മൾ കൊടുത്തില്ല നല്ല ഇടി കിട്ടും. അവരെ വാങ്ങിച്ചു, ഇല്ലെങ്കിൽ അവർ ഫോറൻസിക്കിലൊക്കെ അയച്ച് അത് തുറക്കും. ഇത് ആപ്പിളിൻ്റെ ഫോണാണ്, അതുകൊണ്ട് അത്ര പെട്ടെന്ന് തുറക്കാൻ പറ്റില്ല. ആപ്പിളിൻ്റെ സഹായം തേടിയിട്ടുണ്ട്, അവരത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അയാൾ പാസ്വേഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് തെളിവുകൾ പുള്ളിക്ക് ഒളിക്കാൻ എന്തൊക്കെയുണ്ട്. അതായത് ഇതിനു മുമ്പ് തന്നെ ഞാൻ ഈ EDയുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ കണ്ടിരുന്നതാണ്. 117 ഫോണുകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും ഫോണുകൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നൊക്കെ ഉണ്ടായിരുന്നു. ആകെ കിട്ടിയിരിക്കുന്നത് 17 ഫോണാണ്. 100 കാണാനില്ല. എന്നിട്ട് ആ ഫോണുകളിലാണ് ഫോറൻസിക്, ഈ 17 ഫോറൻസിക് എക്സാമിനേഷൻ റിട്രൈവലൊക്കെ നടത്തിയിട്ടുള്ളത്. അത് വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള തെളിവുണ്ട്. മാത്രമല്ല, തൻ്റെ ഫോൺ ഒരു കോടതി അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. തൻ്റെ പക്കലുള്ള ഫോൺ തുറന്ന് പരിശോധിക്കാനും അതിൻ്റെ പാസ്വേഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് നിയമപരമായും അങ്ങനെ നിലനിൽക്കില്ല. കാരണം ഒരാൾക്ക് തനിക്കെതിരെ തെളിവ് നൽകാൻ ബാധ്യതയൊന്നുമില്ല എന്ന് നിയമം പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ഏജൻസിയുടെ അന്വേഷണത്തോട് സഹകരിക്കേണ്ടതും ജാമ്യം കിട്ടാൻ അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ കിട്ടിയ ആ 17 ഫോണുകളിലെ തെളിവിൽ നിന്ന് തന്നെ ഇയാൾ മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട ആ കാർട്ടൽ ഉണ്ടല്ലോ, മാഫിയ മദ്യം, അവരുമായിട്ട് ബന്ധപ്പെട്ടതിനുള്ള തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ വെറുതെ ഒന്നും അറസ്റ്റ് ചെയ്യുന്നതല്ല. ഇനിയിപ്പോൾ ഇയാൾക്ക് ശേഷം ആര് എന്നുള്ള അധികാര തർക്കം അതിൻ്റെ അകത്തുണ്ടല്ലോ. ഇപ്പോൾ സുനിത കെജ്രിവാൾ വളരെ സജീവമായിട്ട് രംഗത്ത് വരണം. എന്താ എനിക്ക് തോന്നുന്നത്, ഇന്ത്യ മുന്നണിയുടെ റാലിയുടെ ക്രൗഡിനെ ഒന്നും ജനം കാണിച്ചിട്ടില്ല, നമ്മുടെ ചാനലുകൾ കാണിച്ചിട്ടില്ല. മനോരമ വലിയ ഫോട്ടോയുണ്ട്, വേദി മാത്രമേ ഉള്ളൂ. ക്രൗഡ് ചുമന്ന പ്ലാസ്റ്റിക് കസേരകളിലൊരു പടം ഞാൻ കണ്ടു. അതെ, ക്രൗഡിനെ കാണിക്കത്തില്ല കേരളത്തിലെ ചാനലുകൾ. വലിയ മഹാറാലി എന്നൊക്കെ പറയും. പക്ഷെ എന്നിരുന്നാലും അതിനകത്ത് സോറൻ്റെ ഭാര്യ വന്നിട്ട് ആലിംഗനം ചെയ്യുന്നു. ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികൾ പൊരുതും, ശക്തി പകരാൻ വന്നു. ആദിവാസികളെ പറ്റിച്ച് അവരുടെ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ കേസിലെ പ്രതിയുടെ ഭാര്യ വന്നിട്ട് സുനിതയ്ക്ക് ശക്തി പകരാൻ വന്നിരിക്കുന്നു. ഈ എന്തൊരു വിരോധാഭാസമാണ് സാറേ. ഇതിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത അറസ്റ്റ് ഉണ്ടാകുന്നത് മിക്കവാറും ആദിഷി മർലേനയുടെ ആയിരിക്കും. ഇപ്പോഴത്തെ മന്ത്രി അല്ലേ? മന്ത്രി. അവർ ജലവിഭവ മന്ത്രി, അവിടെ ജൽ ബോർഡിൻ്റെ ഒക്കെ ചുമതലയുള്ളത്. അതിലെന്തോ അഴിമതി CBI അന്വേഷണം ഉണ്ടല്ലേ? ഉണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഒരു കേസല്ല അവർക്കെതിരെയുള്ളത്. അവർ എന്താണെന്ന് വെച്ചാൽ
നേരത്തെ അവർ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള മട്ടിലാണ് പത്രസമ്മേളനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് സുനിത വന്നിട്ട് അവരുടേതായ പത്രസമ്മേളനങ്ങളും ഒക്കെ ആയിട്ട് സ്വന്തം നിലയ്ക്ക് അദ്ദേഹം ഓർഡർ ഇറക്കി. ആദ്യത്തെ ഓർഡറിനെ ആദിശി വന്നു. അതെ, പിന്നെ സുനിതയാണ് വന്നത്. പിന്നെ സുനിത. മറ്റൊന്ന് ശ്രദ്ധിച്ചു സാറ് നമ്മുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രണ്ട് വശത്തും ദേശീയ പതാക വെച്ചിട്ട് അങ്ങനെയൊക്കെ അംബേദ്കറുടെ ചിത്രമൊക്കെ ഇട്ടിരിക്കുന്നത്. സുനിത വന്നത് അങ്ങനെയാണ് ഉണ്ടായപ്പോ അത് പാർട്ടി ഓഫീസിലെ കേജ്രിവാളിന്റെ കസേര ആണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ആദിശി മർലേനെ പറ്റിയിട്ട് ED കോടതിയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ ചോദ്യം ചെയ്യുമ്പോൾ കേജ്രിവാൾ പറഞ്ഞു വിജയ് നായരെ, നമ്മുടെ മലയാളി, മധ്യ കേസിൽ മുമ്പൊരു ഈ മ്യൂസിക് ഒക്കെ പ്രോഗ്രാം ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനി നടത്തിയിരുന്ന ആളാണ് വിജയ് നായർ, ബോംബെയിൽ. അയാൾ ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ് ചീഫായിട്ട് വന്നിരുന്നു, ആപ്പിൻ്റെ. എന്നിട്ട് ഈ വിജയ് നായര് റിപ്പോർട്ട് ചെയ്തിരുന്നത് എനിക്കല്ല, ആദിശിക്കും ഇപ്പോഴത്തെ മന്ത്രി ഭരദ്വാജിനുമാണെന്ന് കേജ്രിവാൾ മൊഴി കൊടുത്തതായിട്ട് ED കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളി ഒഴിയാൻ ശ്രമിക്കുകയാണ്. അതൊരു പഴുതുണ്ടാക്കി വെച്ചതാണ്, കുബുദ്ധിയാണ്. അപ്പം എനിക്ക് കാര്യങ്ങൾ അറിയില്ല, നിങ്ങൾ ആദിശയോടും ഭരദ്വാജിനോടും ചോദിച്ചാൽ മതി. അപ്പം ആദിശ് മാത്രമല്ല ഭരദ്വാജും കുടുങ്ങും എന്നുള്ളതാണ്. ഭരദ്വാജ് ഈവൺ അതർവൈസ് കുടുങ്ങും, കാരണം അഴിമതിയുണ്ട്, ആരോഗ്യമന്ത്രിയാണ്. അപ്പോൾ പുള്ളി ഒഴിയാനുള്ള ഒരു ഗൂഢശ്രമമാണ് ആ വാചകത്തിൽ നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേജ്രിവാൾ ഇൻവോൾവ് ആയതുകൊണ്ടാണല്ലോ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, തെളിവുള്ളതുകൊണ്ട്. ഈ ആദിശി അറസ്റ്റിലാകാൻ പോകുന്നതിൻ്റെ കാര്യം ഗോവയിലേക്കാണല്ലോ 45 കോടി ഈ 100 കോടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോവയുടെ ഇലക്ഷൻ ഇൻചാർജ് ആയിരുന്നു ആദിശി. അവിടേക്കാണ് ഈ പണം പോയത്. അവിടേക്കാണ് പോയത്. ഇലക്ഷൻ ചാർജ് ഇവരാണെന്നുള്ള നിലയ്ക്ക് പണത്തിന്റെ കൂടെയാണ് ആദിശി പോയത്. ആദിശി ഇലക്ഷൻ കമ്മീഷന് ഞാനാണ് ഇലക്ഷൻ ഇൻചാർജ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കത്തും തെളിവായിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കത്ത്. അപ്പം 45 കോടി അവിടെ ചെലവഴിച്ചത് അവരാണ്. ഇനി കൈലാഷ് ഗെഹ്ലോട്ട് എന്ന് പറഞ്ഞ ഗതാഗത മന്ത്രിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അയാളുടെ സിവിൽ ലൈൻസ് ബംഗ്ലാവ്, അയാൾക്ക് അലോട്ട് ചെയ്ത ബംഗ്ലാവ് ഉണ്ടല്ലോ, മന്ത്രി വസതി, അവിടെയാണ് വിജയ് നായർ താമസിച്ചിരുന്നത്. അത് ശരി, മന്ത്രിയുടെ വീട്ടിൽ അയാൾ താമസിച്ചിരുന്നത്. അയാൾ വളരെ റിച്ചായ ഒരാളാണ്. വസന്ത് കുഞ്ച്, വലിയ പണക്കാരുടെ ദില്ലിയിലെ ആ വസന്ത് കുഞ്ചിലെ സ്വന്തം വീട്ടിലാണ് അയാൾ താമസിച്ചിരുന്നത്. എന്നിട്ട് അയാളുടെ ബംഗ്ലാവ് വിജയ് നായർക്ക് ഒഴിഞ്ഞു കൊടുത്തു. വിജയ് നായർ ജോലിയൊക്കെ ചെയ്തിരുന്നത് ആ മുഖ്യമന്ത്രിയുടെ കേജ്രിവാളിന്റെ ക്യാമ്പ് ഓഫീസിൽ നിന്നാണ്. ഇതാണ് വിജയ് നായർ എത്രമാത്രം. അപ്പോൾ വിജയ് നായർ ജോലി ചെയ്തിരുന്ന മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് അയാൾക്ക് അലോട്ട് ചെയ്തിരുന്നത് ഈ കൈലാഷ് ഗെഹ്ലോട്ടിന്റെ ഭീകര അവതാരമായിരുന്നു. ആ അഴിമതി മുഴുവൻ കൈകാര്യം ചെയ്യുന്ന, അതിന്റെ പൈസ കൈകാര്യം ചെയ്തിരുന്ന, കവിത കാശ് അങ്ങോട്ട് കൊടുക്കുന്നത് ഒക്കെ അങ്ങനെയായിരുന്നു. അരുൺ രാമേന്ദ്രൻ പിള്ള വഴി 2 മലയാളികളുണ്ട്. നമുക്ക് അഭിമാനിക്കാം. എന്തുടായിപ്പോ ലോകത്ത് എവിടെ നടന്നാലും 1-2 മലയാളി കാണും. ആ 2 മലയാളികളുടെ പിന്നാലെ ഇവിടുത്തെ വലിയ മലയാള പത്രങ്ങൾ പോകുന്നുമില്ല. പണ്ടാണെങ്കിൽ എന്തൊക്കെ പരമ്പര വീട്ടിൽ പോകുന്നു, അവന്റെ വീട്, അവൻ പോയ വഴി, ഗ്രാഫ്, എങ്ങനെയൊക്കെ അയാൾ വളർന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. ഈ വിജയ് നായർ ഒരു ഡ്രോപ്പ് ഔട്ടാണ് +2 നിന്ന്. എന്നിട്ടൊരു ചെറിയ മ്യൂസിക് ഏർപ്പാട്, ഗാനമേളകളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആളായിരുന്നു. അതെ, കേജ്രിയുടെ ക്യാമ്പ് ഓഫീസ്. അപ്പോൾ മദ്യനയ കരടുണ്ടാക്കുമ്പോൾ ഇയാൾ താമസിച്ചിരുന്ന അവിടെയാണ് വിജയ് നായർ. ആ സമയത്ത് ഗെഹ്ലോട്ട്, ഈ മന്ത്രി ഗെഹ്ലോട്ടിൻ്റെ മൊബൈൽ നമ്പറുകൾ മാറിക്കൊണ്ടേയിരുന്നു. സംശയാസ്പദമാണ്. അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഗെഹ്ലോട്ടിൻ്റെ വീട്ടിൽ IT റെയ്ഡ് നടന്നിരുന്നതാണ് 2018. അന്ന് 28 ലക്ഷത്തിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ അവിടുന്ന് പിടിച്ചു, ലോക്കറിൽ നിന്ന്. പിന്നെ 2 കോടി രൂപ വീട്ടിൽ നിന്ന് പിടിച്ചിരുന്നു.
വേറെ 37 ലക്ഷം രൂപ ക്യാഷായിട്ടും ഉണ്ടായിരുന്നു. 2018 ഒക്ടോബർ 25-നായിരുന്നു റെയ്ഡ്. 16 സ്ഥലത്ത് റെയ്ഡ് നടന്നിരുന്നു അയാളുമായി ബന്ധപ്പെട്ട്, ഈ ഗെലോട്ടുമായി ബന്ധപ്പെട്ട്. ഡൽഹിയിലും ഗുഡ്ഗാവിലും 120 കോടി രൂപയുടെ നികുതി അയാൾ വെട്ടിച്ചിരുന്നു. എന്നിട്ട് അയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ കടലാസ് കമ്പനികൾ ഒരുപാട് ഉണ്ടാക്കിയിരുന്നു. അതുവഴി 70 കോടി രൂപ അതിൽ ഓഹരി ഉണ്ടെന്ന് കാണിച്ചിരുന്നു. തട്ടിപ്പാണ്. പിന്നെ ഇയാൾ ഈ പ്യൂണുകൾ, ഓഫീസ് ബോയ്സ്, മറ്റു ജീവനക്കാർക്കൊക്കെ വായ്പ കൊടുത്തു എന്ന് രേഖ ഉണ്ടാക്കി വെച്ചിരുന്നു. കള്ളപ്പണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാജരേഖകൾ ഉണ്ടാക്കി വെക്കുക. ഞാൻ ആ പ്യൂണിന് ഇത്ര കോടി കൊടുത്തു, 1 കോടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു പ്യൂണായിട്ട് പണി കിട്ടിയാൽ മതി. ഭയങ്കര. പക്ഷെ അത് പക്ഷെ ഈ ആടുജീവിതം പോലെ ആയിരിക്കുമല്ലോ. മർദ്ദിച്ചിട്ട് ഞാൻ തന്ന പൈസയും കൊണ്ടുപോകാന്ന് പറയുന്ന പരിപാടിയായിരിക്കുമല്ലോ. അപ്പം അച്ഛനുഭവിക്കാൻ പറ്റില്ലല്ലോ. അക്കൗണ്ട് ഓപ്പറേഷനൊക്കെ ഇയാളായിരിക്കും. എന്നിട്ട് ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ജൽ ബോർഡ് മന്ത്രിയാണല്ലോ, അതിഷി. ആ അതിഷിക്ക് ഒരു ജല ബോർഡ് അഴിമതി കേസ് കിടക്കും. CBI ആണെന്നോ അല്ലേ? അതെ, CBI കേസ് അല്ല, ED ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ചാർജ് ഷീറ്റ് കൊടുത്തതിൽ അതിഷിയില്ല. ചില ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളത്. ഇവരിലേക്ക് വരികയാണത്, അതിഷിയിലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അത് PMLA കേസാണ്. അവിടെ ഡൽഹി ജൽ ബോർഡ് ചീഫ് എഞ്ചിനീയർ ജഗദീഷ് കുമാർ അറോറ, അയാളാണ് അതിൻ്റെ കിങ് പിൻ. അറോറ, പിന്നെ കരാറുകാരൻ അനിൽ അഗർവാൾ, പിന്നെ അവിടുത്തെ NBCC നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, അതിൻ്റെ മുൻ GM ആയിരുന്ന DK മിറ്റൽ, തേജീന്ദർ സിംഗ് എന്ന് പറഞ്ഞ ആള്, പിന്നെ NKG ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ കമ്പനി. ഇത്തരം എതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം. അഡീഷണൽ കുറ്റപത്രം പിന്നെ തന്നോളാന്ന് കോടതിയിൽ പറഞ്ഞു. അതിലാണ് വരിക. അപ്പോൾ ഈ NKG ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യോഗ്യതയൊന്നും ഇല്ലാത്ത കമ്പനിക്കാണ് ഈ ജലവിഭവ വകുപ്പിൽ നിന്ന് കരാർ കൊടുത്തത്. അതിന് ഈ സാങ്കേതികമായി ഈ ജോലിയൊക്കെ നിർവഹിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് ആ പണം, അതിലെ അഴിമതിയുടെ പണമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത്. അപ്പോൾ കേജ്രിവാളിനെ ആ കേസിൽ വിളിച്ചിട്ടുണ്ട്. ആ കേസിലും കേജ്രിവാൾ പെടും. കേജ്രിവാൾ പക്ഷേ മൊഴി കൊടുക്കാനായിട്ട് ഹാജരായിട്ടില്ല. പുള്ളി ഒന്നിനും പോകും. 9 തവണ ഇടിയെടുത്ത് പോയില്ല, അവർ പൊക്കി കൊണ്ടുപോയി. അതെ, അതിലും പോയില്ല. അപ്പോൾ ഈ അറോറ NKG ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുത്ത കരാറ് 38 കോടി രൂപ. ആ കമ്പനിക്ക് യോഗ്യതയില്ല, ഡോക്യുമെൻറ്റ്സ് ഫോർജ്ഡ് ആയിരുന്നു, അതിന് യോഗ്യത ഉണ്ട് എന്ന് കാണിക്കുന്ന രേഖകളൊക്കെ വ്യാജമായിരുന്നു, തട്ടിക്കൂട്ട് പരിപാടികളായിരുന്നു. അറോറയ്ക്ക് കിട്ടിയ ആകെ അതിന് 17 കോടിയാണ് പണിക്ക് ചിലവായത്. കരാറ് 38 കോടിയായിരുന്നു. ബാക്കിയുള്ളത് ആപ്പിനും മറ്റഴിമതിക്കാർക്കും ഉദ്യോഗസ്ഥർക്കും നമ്മൾ ഈ പേര് പറഞ്ഞ ആളുകൾക്കൊക്കെ വിധിച്ചു കൊടുത്തു. ഇതാണ് കേസ്. അപ്പോൾ ആദിഷിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ ഗോവയിലെ ആപ്പ് പ്രസിഡന്റ് ആ കേസുമായി ബന്ധപ്പെട്ട് അമിത് പലേക്കർ, പ്രസിഡന്റ് തന്നെ, സംസ്ഥാന പ്രസിഡന്റ്, അയാളെ 30 ആപ്പ് ആക്ടിവിസ്റ്റുകളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ പൈസ പോയ വഴിയിലുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത്രയും സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ആദിഷി ഒരിക്കലും മുഖ്യമന്ത്രിയാകുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. മുഖ്യമന്ത്രി ആക്കിയാൽ അടുത്ത മുഖ്യമന്ത്രിയും ജയിലിൽ പോകുന്നത് കണ്ടുവരും. അതാണ്. പിന്നെ നമ്മൾ മുഖ്യമന്ത്രി ആക്കാമെന്ന് വിചാരിക്കുന്ന 2 പേര്, കൈലാഷ് ഗെലോട്ട്, അവരും പ്രശ്നത്തിലാണ്. ഇപ്പൊ കമ്പയറബിളി ആപ്പിന് സേഫ് എന്ന് പറയുന്നത് സുനിതയാക്കുന്നതാണ്. അതാണ്. പക്ഷേ സുനിതയാക്കുന്നവരെ ഈ സർക്കാർ നിൽക്കുമോ? വലിയ പ്രയാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊക്കെ ആദ്യമേ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നോ നാളോ അവർ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് സുനിതയെ നേതാവായി തെരഞ്ഞെടുത്ത് കെജ്രിവാൾ രാജിവെക്കുകയും തുടർന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് സുനിതയെ നേതാവായി മുഖ്യമന്ത്രിയാക്കി തെരഞ്ഞെടുത്താൽ ഭൂരിപക്ഷം അവർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുകയൊക്കെ വേണം. 6 മാസത്തിനകം മതി. തൽക്കാലം മുഖം രക്ഷിച്ച് പോകാൻ പറ്റും. അത് ഇദ്ദേഹം കൂടി മറ്റേ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ
ആപ്പിന്റെ MLA-മാര് സമ്മതിക്കുമോ എന്നുള്ളൊരു വിഷയം ഒന്ന് സമ്മതിക്കണം. അവിടെ ഇപ്പൊ തന്നെ ഒരു അന്തഛിദ്രം ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷേ കെജ്രിവാളിനെ സംബന്ധിച്ച് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് സുനിതയാവുന്നതായിരിക്കും. കാരണം ഇദ്ദേഹത്തിന്റെ ബിനാമിയാണ്. രണ്ടാമത് ഈ കേസുകളിലൊന്നും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത ഏക ആപ്പിന്റെ നേതാവ് അവരായിരിക്കും. ബാക്കി എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്രതികളാകാൻ സാധ്യത. നമ്മൾ ഈ പറയുന്ന ഈ ക്രിമിനൽ മന്ത്രിമാരുണ്ടല്ലോ, അവര് ഭയക്കുന്നുണ്ട് സുനിത വന്നാൽ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്നൊക്കെയുള്ള കാലത്ത്. അല്ല, അവരുടെ സ്ഥാനം എന്താണെന്ന് ഉറപ്പല്ലേ, ജയിലിലാണ്. അതെ. ഈ ഭരദ്വാജിനെ പറ്റി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അങ്ങേര് നേരിട്ട് ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്തെഴുതി. അപ്പൊ തിരിച്ചയച്ചത് ഇങ്ങനെ കത്തൊന്നും മുഖ്യമന്ത്രി വഴി അയക്കടാപോയത്. അവിടുത്തെ മെഡിക്കൽ കോളേജിൽ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായിട്ട് പ്രിൻസിപ്പലിന് ട്രാൻസ്ഫർ ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിച്ചു ലഫ്റ്റനന്റ് ഗവർണർ. ഈ ആരോഗ്യമന്ത്രിയായ ഭരദ്വാജ് ലഫ്റ്റനന്റ് ഗവർണർക്ക് നേരിട്ട് കത്തെഴുതി. അപ്പൊ അങ്ങേര് തിരിച്ച് കത്തെഴുതി, ഇത് മുഖ്യമന്ത്രി വഴി അയച്ചാൽ മതി, മുഖ്യമന്ത്രി ജയിലിലാണല്ലോ, നടക്കുന്ന കാര്യമല്ല. ഇത്തരം ഭരണഘടനാ പ്രതിസന്ധികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഭവം. ഒന്ന്, ഈ മന്ത്രിമാര് ആദിഷി ഉൾപ്പെടെ ജയിലിലേക്ക് പോകും. ഏതായാലും ആദിഷിയും അരവിന്ദ് കെജ്രിവാളും അങ്ങനെ ചിലപ്പോൾ മന്ത്രിസഭാ യോഗം നടത്താൻ പറ്റുമായിരിക്കും. അതെ, ജയിലിൽ പറ്റും. ജയിലിലിരുന്ന് ഭരിക്കാം. പറഞ്ഞത് ശരി, ഇപ്പോൾ വാക്ക് ഫലിക്കുമെന്ന് പറഞ്ഞ പോലെ. പക്ഷേ മറ്റൊന്നുണ്ട് സാറേ, ആദിഷിയും കെജ്രിവാളും ഒക്കെ തമ്മിലുള്ള ഒരു ബന്ധം വളരെ ദൃഢമാണ്. ആ ബന്ധത്തെ കൂട്ടി ഉറപ്പിക്കുന്ന ഒരു ഫെവിക്കോളായിട്ട് ED മാറാൻ പോവാണ്. അതെ, ക്രിമിനലുകളുടെ ഒരു ബോണ്ടിങ് അതാണ് സ്ട്രെങ്തൻ ചെയ്യാൻ പോവാണ്. ഏതായാലും ആം ആദ്മി പാർട്ടി എന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും വളരെ പ്രതീക്ഷയോടെ കണ്ട ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. പക്ഷേ അതൊരു അമേരിക്കൻ ഫണ്ടിങ് സംഘടനയാണെന്നുള്ള വളരെ വ്യക്തമായി ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായി. ഇന്നലത്തെ മനോരമയിൽ നമ്മുടെ അണ്ണാ ഹസാരയുമായിട്ടൊരു കണ്ടിരുന്നു. ചെറിയ വളരെ അപ്രധാനമായി മനോരമ കൊടുത്തിരുന്ന കുറച്ച് ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇവൻ എൻ്റെ കൂടെ നടന്ന ആളായതാണ്. അതെ അതെ. പക്ഷെ അഴിമതിക്കാരനായിപ്പോയി. അയാൾക്ക് എപ്പോഴും അധികാരവും പദവിയുമായിരുന്നു. അതെ അതെ. എന്നിട്ട് മനോരമ മോദിക്കെതിരെ 2 ചോദ്യം കൂടെ ചോദിച്ചു. എന്നിട്ട് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ശീർഷകമായി. അത് ശീർഷകമാക്കി. ഇയാൾ അഴിമതിക്കാരനാണ്, അതില്ല. ആ വാർത്തയുടെ ന്യൂസ് അതിന്റെ പ്രസന്റേഷൻ അങ്ങനെയായിരുന്നു. ഞാൻ കണ്ടു, ഒരു മൂലയ്ക്ക് കൊണ്ട് ഒതുക്കി കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞത് കൊടുക്കണമെന്നും വേണമല്ലോ. അതെ അതെ. കുറച്ച് സമയം ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും അവിടുത്തെ ജീവനക്കാരൊക്കെ വന്നിട്ട് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പിടിച്ചും കൊണ്ടുപോയി. കാരണം കൂടുതൽ കെജ്രിവാളിനെതിരെ പറയാൻ തയ്യാറുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മദ്യനയം പുറത്തു വന്നപ്പോൾ തന്നെ അദ്ദേഹം കത്തെഴുതിയിരുന്നു കെജ്രിവാളിന്, ഇത് വൃത്തികേടായിപ്പോയി, നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഈ നാട്ടിൽ തന്നെ ഞാൻ മദ്യനിരോധനം നടപ്പാക്കിയതാണ് എൻ്റെ പൊതുപ്രവർത്തനം വഴി. നിങ്ങളാണെങ്കിൽ മദ്യനിരോധനം നടപ്പാക്കുന്നതിന് പകരം അവിടെ സ്ത്രീകളെ ദ്രോഹിക്കുന്ന ഈ മദ്യവ്യാപാരമാണ് നടപ്പാക്കിയത്. ഇതൊന്നും നമ്മുടെ വലിയൊരു പ്രസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതാണ്, ഈ ഒരുപാട് പേര് പ്രതീക്ഷയോടെ കണ്ട ഒരു ബദൽ പ്രസ്ഥാനമായിരുന്നു ആം ആദ്മി പാർട്ടി. പക്ഷേ അത് ഇപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞു. അമേരിക്കൻ ഫണ്ടിങ്ങോടെ, ജർമ്മനിയുടെ ഫണ്ടിങ്ങോടെ പ്രവർത്തിക്കുന്ന ഒരു NGO മാത്രമായിരുന്നു. ഗാന്ധി നെഹ്റുവിനെ ഉണ്ടാക്കിയതുപോലെ ഒരു രാഷ്ട്രീയ മുഖം നൽകി ബഹുരാഷ്ട്ര കമ്പനികളുടെയും മറ്റ് വിദേശ രാജ്യങ്ങളുടെയും അജണ്ടകൾ ഇന്ത്യയിൽ നടപ്പാക്കാനുള്ള ഒരു ടൂളായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന് വളരെ വ്യക്തമായി ചിന്തിക്കുന്ന ജനങ്ങൾക്കെല്ലാം ബോധ്യമായി കഴിഞ്ഞു. രാഷ്ട്രീയ അന്ധത ബാധിച്ച കുറേ ആളുകൾക്ക് മാത്രമാണ് ഇനിയും മനസ്സിലാക്കാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.